ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലോണ്ടിയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ബ്ലോണ്ടി എന്നാന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബ്രൗണി കിട്ടാറുണ്ട്, ബ്രൗണിയിൽ ഐസ്ക്രീം വെച്ച്. അതുപോലെ ഒരു ഐറ്റമാണ് ബ്ലോണ്ടിയിൽ നമ്മൾ ഐസ്ക്രീം വെച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റായിട്ടൊരു ഐറ്റമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് വൈറ്റ് ചോക്ലേറ്റ്. 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് ഇതിന് ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ പീസാക്കി നമ്മളൊരു ബൗളിലേക്ക് ഇടാം. നമ്മൾ ഈ ബൗൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക ആദ്യമേ. അത് കഴിഞ്ഞ് ഇത് നമുക്കൊന്ന് ചൂടാക്കി ഇതൊന്ന് മെൽറ്റാക്കണം. അത് നമ്മൾ ഓവനിലേക്ക് വയ്ക്കുക. നമ്മളിതുപോലെ മെൽറ്റാക്കി എടുക്കാം. നമുക്കിത് മെൽറ്റാക്കാൻ വേണ്ടി നമുക്ക് ചൂട് വെള്ളത്തിൽ വെച്ചാണെങ്കിലും മെൽറ്റാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് മെൽറ്റാക്കാൻ വേണ്ടി നമ്മളിത് ഓവനിൽ വെച്ചതാണ്. ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഇതുപോലെ ആക്കിയതിന് ശേഷം സൈഡിലേക്ക് വയ്ക്കുക, ഇതൊന്ന് ചൂടാറാൻ വേണ്ടി. ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് പാല്, ഏതാണ്ട് 100 ml ഉണ്ട്. അതിലേക്ക് പഞ്ചസാര 50 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ലപോലെ മെൽറ്റാകണം. ശകലം പോലും പഞ്ചസാരയുടെ തരി വരാൻ പാടില്ല. നല്ലപോലെ ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക. മെൽറ്റാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ സാധനം മൈദ, 100 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. 100 ഗ്രാം മൈദ. അതുപോലെ തന്നെ 5 ഗ്രാം നമ്മൾ ഇതിന് എടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. അമൂലിൻ്റെയൊക്കെ മിൽക്ക് പൗഡർ വാങ്ങി കിട്ടും. അതൊരു 5 ഗ്രാം ഇതിലേക്ക് ഇടുക. 1 സ്പൂൺ അത്രയേ ഉള്ളൂ. 5 ഗ്രാം 1 സ്പൂൺ ഇത്രയും വരും. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ഒരു 6 ഗ്രാം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റായിട്ടൊരു സാധനമാണ്. നിങ്ങൾ നോക്കണം ഉണ്ടാക്കി. ഇതെല്ലാം നമുക്കൊന്ന് മിക്സാക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം മൈദയിലൊക്കെ പുഴുക്കളൊക്കെ കാണാൻ വഴിയുണ്ട്. അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കണം. തരികളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുത്തിട്ട് സൈഡിലിട്ട് വയ്ക്കുക. അതിന് നമുക്ക് നമ്മൾ പിസ്തയുടെ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. സൈഡിൽ നമ്മൾ പിസ്ത തയ്യാറാക്കിയാണ്. ഇതുപോലെ ചെറിയ കട്ടാക്കി. ഇതിന് 8 സൈസ് മോൾഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് 8 ഇഞ്ച് മോൾഡാണ് നമ്മൾ ഇതിനകത്ത് എടുത്തത്. അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ബട്ടർ നല്ലപോലെ തേച്ച് എടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇത് പ്രീ ഹീറ്റിന് വെക്കണം. ഓവൻ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ പ്രീ ഹീറ്റിന് വയ്ക്കുകയാണ് ഓവൻ. ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. അതിന് ശേഷം അതെടുത്ത് നമുക്ക് ആ മൈദ അതിലേക്ക് മിക്സാക്കുക. ശകലം എടുക്കണം. ശകലം മേളിൽ കൂടെ ഇടാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി എടുത്തിട്ട് നമ്മൾ ബട്ടറും ചോക്ലേറ്റും നമ്മൾ മിൽക്കും ഷുഗറിലേക്ക് മിക്സാക്കുക. ഒഴിച്ച് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ടേസ്റ്റായിട്ടൊരു ഐറ്റമാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസാണ് ചേർത്തേക്കുന്നത്. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അധികം നമ്മൾ ഈ ദോശയ്ക്കൊക്കെ ചുടുന്ന പോലെ അതുപോലെ കലക്കി എടുക്കരുത്. ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാവുള്ളൂ. അതിലേക്ക് നമ്മൾ ചെറിയ പീസായിട്ട് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് ഇടയ്ക്ക് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ഒരു കടി കിട്ടാൻ വേണ്ടിയാണ്.
ഒന്ന് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ മോൾഡിലേക്ക് ഇടുക. ശ്രദ്ധിക്കുക, 8 ഇഞ്ച് മോൾഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മളൊന്ന് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് എല്ലായിടത്തൂടെ ഒന്ന് എത്തുന്ന പോലെ ഒന്ന് സ്പാച്ചില വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. ഇതുപോലെ അതിനുശേഷം ഒന്ന് 2-3 തട്ടുക, ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി. അതിനുശേഷം മേളിൽ കൂടെ നമ്മളിതിന് പിസ്ത, ബദാമല്ല കേട്ടോ, അപ്പത്തിന് വേണ്ടി പോയി, പിസ്തയാണ് നമ്മളിടുന്നത് മേളിൽ കൂടെ. ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മൾ പിസ്ത ഫ്ലേവറാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനുശേഷം നമ്മൾ ഓവനിലേക്ക് ഇത് വയ്ക്കുക. നമ്മൾ ഓവൻ 30 മിനിറ്റത്തേക്കാണ് വെക്കുന്നത്. ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ സെറ്റാക്കി വെക്കാം. അതുപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഇത് ആയിട്ട് നമ്മൾ തണുക്കാനും വെക്കണം. അത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. ആക്ച്വലി തണുക്കാനൊക്കെ വെച്ചു, ഒരു അരമണിക്കൂർ തണുക്കാൻ വെച്ചു. അതിന് ശേഷം ഇത് നമ്മൾ എടുക്കുകയാണ്, മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്യുകയാണ്. പതിയെ എടുക്കുക. അതിനുശേഷം പേപ്പറൊക്കെ മാറ്റി ഇത് വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഇത് കട്ട് ചെയ്യുക. ബ്രൗണിയൊക്കെ നമ്മൾ ഇതുപോലെ ചതുരത്തിനാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്യുക. നോക്കുക, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുത്തനത്തെ പാത്രമായിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.